ഗാസയിൽ പൊലിയുന്ന കുരുന്നുകൾ, പിഞ്ചുബാല്യങ്ങൾ, ഇത് കണ്ട് കണ്ട് മനുഷ്യൻ്റെ മനസ്സ് തന്നെ മരവിച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുന്നവർക്ക് യാതൊരു ബത്തപ്പാടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ഗാസയിലുള്ള ആളുകൾ, അതായത് പലസ്തീനികളെ ഒഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. എന്നിട്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തണം. അപ്പോൾ അതിന് സഹായിക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അവരെ നേരെ മറിച്ച് ഈ ഗാസയിലുള്ള പാലസ്തീനികൾക്ക് ആരുമില്ല. അവിടെയുള്ള ആശുപത്രി കെട്ടിടങ്ങൾ പോലും എല്ലാം തകർന്നു കഴിഞ്ഞു, എല്ലാം തകർക്കപ്പെട്ടു. വീടുകളൊന്നുമില്ല, ചെറിയ ടെൻ്റൊക്കെ കെട്ടിയാണ് ഇപ്പോൾ അവിടെ ആളുകൾ കിടക്കുന്നത്. ഇപ്പോൾ അവർ വീണ്ടും പലായനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം എങ്ങോട്ടൊന്നും ഇനി പോകാൻ അവർക്ക് അറിയില്ല. ആ രീതിയിലാണ്. അവരെ സ്വീകരിക്കാൻ ആരുമില്ല. അവരുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. സ്വന്തം രാജ്യത്ത് അവർ കിടക്കാടം കൊടുത്തതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. ഈ 42 ദിവസമായിട്ട് വെടിനിർത്തലായിരുന്നു ഗാസയിൽ. അപ്പോൾ അവിടെ വളരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവർ ഏതെങ്കിലും പട്ടിണിയും കിടന്ന് വളരെ കഷ്ടപ്പെട്ട് ഒക്കെ പോവുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഇത് നിർത്തണം എന്നുള്ള ഇസ്രായേലിന് ഈ വെടിനിർത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല. കാരണം ഇതിനെല്ലാം വെടിവെച്ച് വന്നാൽ ഇപ്പോൾ ഇതുവരെ 48,000 ആളുകളാണ് കൊല്ലപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഹമാസിനെ ആക്രമിക്കുന്നു എന്നുള്ള പേരിലാണ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയും ആയി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ അതിക്രൂരവും ഭീകരവുമായ ആക്രമണത്തിൽ 404 പേരാണ് കൊല്ലപ്പെട്ടത്. അതിലേറെയും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഹമാസിനെ തുരത്താൻ വേണ്ടിയും ഹമാസിനെ നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാനും വേണ്ടിയാണ് ഈ ആക്രമണം. അത് മാത്രമേ ഉള്ളൂ ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നെതന്യാഹു ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം നമ്മൾ. ഈ പല രാജ്യങ്ങളും യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുന്ന പണി ഈ നിരപരാധികളായ ജനങ്ങളെ കൊണ്ടൊന്ന് മനുഷ്യ മതിൽ തീർക്കും. എന്തിനാണെന്നറിയോ? ഈ മനുഷ്യർ അവർ കൊല്ലപ്പെടുമ്പോൾ അങ്ങനെങ്കിലും മനസ്സിനൊരലിവുണ്ടല്ലോ. അത് കാരണം ബാക്കിയുള്ള അവരുടെ രാജ്യത്തേക്ക് അവരുടെ പ്രൊട്ടക്ഷനും സൈന്യത്തിനും ആക്രമണം ഉണ്ടാവാതിരിക്കാൻ ഈ നിരപരാധികളായ ജനങ്ങളെ കൊണ്ടൊന്നും മനുഷ്യ മതിൽ തീർക്കും. ഏതാണ്ട് ഹമാസും ചെയ്തേക്കുന്ന ആ പണിയാണ് ഈ മനുഷ്യ മതിലാണ് ഇവിടെ. കാരണം ഇവിടെ ഗാസയിൽ അവിടെ പലസ്തീനികൾക്ക് സ്ഥലം വേറെ താമസിക്കാൻ എങ്ങും ഇല്ല, ഒരു മാർഗമില്ല. ഗാസയിലെ മുൻപിൽ അവർ താമസിക്കുകയാണ്. അപ്പോൾ അതിനെ മറയാക്കി ഹമാസിന് ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അത് ചെയ്തോട്ടെ, അതിന് ഞാനെതിരല്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ ഹമാസിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള പേരിൽ മനുഷ്യക്കുരുതി നടത്തി നരനായാട്ട് നടത്തുന്നതിന് എതിരെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ജൂതന്മാരെ ആയാലും ആരെയായാലും ശരി, കൊല്ലുമ്പോൾ ആ മനുഷ്യരെയാണ് കൊല്ലുന്നതെന്നൊരു കാഴ്ചപ്പാട് വേണം. മാത്രമല്ല, ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അതാണ് കൊല്ലപ്പെടുന്നത്. ഇത് കണ്ടപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു ഫോട്ടോ, അവിടെ ഒരു പാലസ്തീനി മരിച്ചുപോയ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ആൺകുട്ടിയുടെ, ഒരു കുഞ്ഞിൻ്റെ, അതിസുന്ദരനായ ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം എടുത്തുകൊണ്ട് നിന്ന് കരയുന്ന ഒരു പടം അത് കാണാനിടയായി. മനസ്സിനെ ഒരുപാട് സ്പർശിച്ച ഒരു സംഭവമാണത്. ഇതേപോലുള്ള ഒരു സംഭവമാണ്. ഇതേപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ കണ്ടു. ഐലൻ കുർദി എന്ന് പറയുന്ന സിറിയൻ ബാലൻ. കാരണം സിറിയയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അവിടുന്ന് പലായനം ചെയ്ത കൂട്ടത്തിൽ ഈ കുഞ്ഞും ഉണ്ടായിരുന്നു ബോട്ടിൽ. ആ ബോട്ട് തകർന്നിട്ട് അതിൽ മരണപ്പെട്ടു. അവന് ആ കടപ്പുറത്തിങ്ങനെ, അതായത് വെള്ളത്തിനോട് ചേർന്ന ഭാഗത്ത് കടപ്പുറത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാഴ്ച, ഒരു ചുവന്നുടുപ്പും ധരിച്ച് കിടക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മനസാക്ഷിക്ക്, ഇല്ലേ, എല്ലാ മനുഷ്യൻ്റെയും മനസാക്ഷിയിൽ ആ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു മരണമായിരുന്നു ആ കുഞ്ഞിൻ്റെ മരണം, ഐലൻ കുർദിയുടെ. അത് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഒരു വലിയ നൊമ്പരമായിട്ട് അവശേഷിക്കുന്നതാണ്. ഇന്നും എനിക്ക് ആ മുഖം ഓർമ്മയുണ്ട്. വളരെ അത് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമുണ്ട്. അത് ആരാണെന്നുള്ളതല്ല, ആരുടെ കുഞ്ഞ്, ഏത് കുഞ്ഞാണെന്നുള്ളതല്ല, അത് മുസ്ലിം കുഞ്ഞാണെന്നോ ക്രിസ്ത്യൻ കുഞ്ഞാണെന്നോ ജൂത കുഞ്ഞാണോ എന്നുള്ളതല്ല, ഒരു കുഞ്ഞാണ് അത്. അതേപോലെയാണ് ഇന്ന് ഈ ബാലനെ ഒന്ന് കാണുന്നത്. ഇതേപോലെ ചുവന്നുടുപ്പ് അവന് ഇട്ടിരിക്കുന്നു, അവൻ്റെ മുഖത്തൊക്കെ രക്തം ഒക്കെ കാണുന്നു, മരിച്ചുപോയി. ഇതിൻ്റെ പ്രശ്നം എന്തെന്നറിയാം? നമ്മൾ ചിന്തിക്കണം. ഒരു പ്രായമായ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പറയാം, അയാൾ മരണപ്പെട്ട എന്തിനാണെന്ന് അയാൾക്ക് അറിയാം.
അയാൾക്കറിയാം അയാളെ എന്തിനു കൊന്നു എന്നുള്ളത് അയാൾക്കറിയാം. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമാകെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കറിയില്ല അവരെന്തിനാ മരിച്ചതെന്ന്, അവരെന്തിനാ ഉപദ്രവിച്ചതെന്ന് അവർക്കറിയില്ല, അവരെ എന്തിനാ മുറിവേൽപ്പിച്ചതെന്ന് അവർക്കറിയില്ല. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്തിനാണെന്നത്. ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് മാറുന്ന സംഭവങ്ങളാണ്. ഇത് കണ്ട് വളരെ സങ്കടമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇത് കാരണം ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, ഈ നരനായാട്ട് അത് അവസാനിപ്പിക്കണം. അത് ആർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അത് അവസാനിപ്പിക്കണം. അതാണ് വേണ്ടത്. പക്ഷേ അതിനുള്ള നടപടികളൊന്നും കാണുന്നില്ല. അതിന് പകരം ഹമാസിനെ കൊല്ലുക, ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നതിന് ഈ കുഞ്ഞുങ്ങളെ, ഈ പാവം കുഞ്ഞുങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവർക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ ഈ ജനങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അവര് പട്ടിണിയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ റംസാൻ സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഗാസയിലെ ആളുകൾക്ക് ഈ നെതന്യാഹു കൊടുത്തത്. ഈ തിങ്കളാഴ്ചയും രാത്രിയും ചൊവ്വാഴ്ച വെളുപ്പിനെയായിട്ട്. ചൊവ്വാഴ്ച വെളുപ്പിനെ നമ്മൾ ഈ ഇടയത്താഴം കഴിക്കുക എന്ന് പറയുന്നതുകൊണ്ട്, ഞാനൊന്നും കഴിക്കാറില്ല യഥാർത്ഥത്തിൽ. ആ ഇടയത്താഴം എന്ന് പറയുന്നത് അതിന് എഴുന്നേക്കും, ഒരു കടിച്ചായ കുടിക്കും, അതാ ചെയ്യുന്നത്, കട്ടൻ ചായ കുടിക്കും. അപ്പം ഇതിന് പകരം ആഹാരം ചിലപ്പോൾ ആ ഒരു നേരമേ കാണുള്ളൂ. അത് കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, അതിൻ്റെ ഒരുക്കത്തിലായിരിക്കുമ്പോഴാണ് ഇവരെല്ലാം കൊല്ലപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തുമാത്രം ദ്രോഹമാണ് ഈ നടക്കുന്നത് കുഞ്ഞുങ്ങളോട്. ബാക്കി ആളുകളുടെ കാര്യം പോട്ടെ, അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ കുഞ്ഞിന് ഒറ്റയ്ക്ക് വേറെ അടുത്ത് പോയി താമസിക്കാൻ ഒക്കത്തില്ല. അവൻ അതിൻ്റെ മാതാപിതാക്കളോടൊപ്പം ആണ് ഇവിടെ താമസിക്കേണ്ടത്. അവരിവിടെ വന്ന് താമസിക്കുന്നു, വേറെ സ്ഥലമില്ല അവർക്ക്. അതുകൊണ്ടാണ് അവരവിടെ വന്ന് കിടക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ മരണമുണ്ടല്ലോ, എന്നെ വളരെ വല്ലാതെ ബാധിച്ചു. നിങ്ങൾ ഈ പടം കാണണം, കണ്ടിട്ട് ചിന്തിക്കണം, ഈ നരനായിട്ട് തുടരണോ വേണ്ടയോ എന്ന്. ഈ നെതന്യാഹുവിൻ്റെ മനസ്സിലൊക്കെ അധികാര കൊതിയല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാളൊന്ന് ചിന്തിക്കണം. ഈ ചെയ്യുന്നത് ഈ തലമുറകൾക്ക് പൊറുക്കാത്ത അപരാധമല്ലേ എന്ന് ചിന്തിക്കണം. ഹിറ്റ്ലർ എത്രയോ ഭേദം ഇത് വെച്ച് നോക്കിയാൽ. ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പർ നടത്തിയ ഹിറ്റ്ലർ, കൊണ്ടുവന്ന ആളുകളെ കൊലപ്പെടുത്തിയ ഹിറ്റ്ലർ ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമെന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ. അതാണ് ഇവിടെ നടക്കുന്ന നരനായിട്ട്. 48,000 പേര് ഇതുവരെ കൊല്ലപ്പെട്ടു. ഇനിയും ബാക്കിയുള്ളവരും കൂടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭൂമി ഏറ്റെടുക്കാം. നിങ്ങൾക്ക് അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താം. ഇതിന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അതാ കാര്യം. ഈ പാലസ്തീനയുടെ കാര്യത്തിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു നേതാവ് യാസർ അറാഫത്തായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, കൊല്ലപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു സംസാരമുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്നില്ല. ആരും ഇവർക്ക് തുണയ്ക്കില്ല. അറബ് രാജ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഓരോന്ന് പറയും. അതായത് അങ്ങനെ ചെയ്തത് ശരിയല്ല, ഇങ്ങനെ ചെയ്തത് ശരിയല്ല, എന്നിട്ട് ഇസ്രായേലിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. അത് വളരെ വളഞ്ഞ വഴിയിലൂടെ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അത് ഈ ഇസ്രായേലിനെ സഹായിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ദ്രോഹിക്കണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇസ്രായേൽ നിർബന്ധമായിട്ട് ഇതേപോലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകം ഉണ്ടല്ലോ, അത് നരനായാട്ട് അതൊന്ന് നിർത്തണം. ഈ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യരുത് ഒരിക്കലും. ഹമാസിനെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ചെയ്തോളൂ, ഉന്മൂലനം ചെയ്തോളൂ. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ എന്തിന് ഉപദ്രവിക്കുന്നത്? ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ മാത്രമല്ല, ഈ ഇപ്പം ഗാസയിലെ നമ്മൾ ഇത്രയും ഒന്നിച്ച് കാണുന്നത് കൊണ്ട് നമ്മൾ പറയുന്നതാണ്. ലോകത്തൊക്കെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒരുപാട് കുഞ്ഞുങ്ങൾ ഒന്നും അറിയാതെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശ്രീലങ്കയിൽ എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരറിയുന്നു അവരെ എന്തിനാ കൊന്നതെന്ന്? അവർക്കറിയില്ല. അവരെ കൊല്ലുന്നത് അവരുടെ നേരെ വെടിവെക്കുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല. അവരുടെ തലയിൽ ബോംബിടുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല. അവരെന്തിനു കൊല്ലപ്പെട്ടു എന്ന് അവരറിയാതാണ് ആ ബാല്യം കുരുന്നിലേ പുലിഞ്ഞു പോകുന്നത്. വളർന്നു വരേണ്ട ബാല്യമാണ് ഇത്. അതിസുന്ദരനായ ഒരു കുട്ടി നിങ്ങൾ ആ പടം ഒന്ന് കണ്ടു നോക്കിക്കോളൂ, കാണേണ്ട കാര്യമാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇതിപ്പോൾ ഗാസയിലെ കാര്യം മാത്രമല്ല ഞാൻ ഈ പറയുന്നത്. ലോകമാസകലം ഇതുപോലെ പല സ്ഥലങ്ങളിലും എവിടെയൊക്കെ ഇതുപോലെ അൺട്രസ്റ്റ് ഉണ്ടോ അവിടെ എല്ലാം നടക്കുന്ന മനുഷ്യക്കുരുതിയാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒന്നും അറിയാത്തവര് കൊല്ലപ്പെടുന്നു. നിഷ്കളങ്കരായ ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. സ്ത്രീകൾക്ക് വേറെ മാർഗമില്ല. അത് ആ രീതിയിൽ അവർ കൊല്ലപ്പെടുമ്പോൾ അവർ അതുപോലും അറിയുന്നില്ല എന്തിനവരെ കൊല്ലുന്നു എന്ന് അവർക്കറിയില്ല. ആ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകണം.
ലോകം നന്നായി ചിന്തിക്കട്ടെ. ഇതുപോലുള്ള റംസാൻ സമ്മാനങ്ങൾ കൂടുതലായിട്ട് നെതന്യാഹു ഇവർക്ക് കൊടുക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്.